കലോത്സവ വേദികളിൽ അക്ഷരശ്ലോകത്തിന് ഒന്നാം സ്ഥാനം നേടി മുന്നേറുകയാണ് കാലടി ഹോരക്കാട്ട് ഇല്ലത്തിൽ ദേവകിയും സുഭദ്രയും. അക്ഷരശ്ലോക കലയിൽ പാരമ്പര്യത്തിൽ ഊന്നിയുള്ള പഠനമാണ് ഇവരുടേത്. ചെറുപ്പം മുതലേ ഇവർ ചിട്ടയായി അക്ഷരശ്ലോകം പഠിക്കുന്നു. പാരമ്പര്യമായി കിട്ടിയതാണ് ഇവർക്ക് ഈ കല. മുത്തച്ഛൻ കെ ഹോരക്കാട്ട് വർഷങ്ങളായി അക്ഷരശ്ലോക കലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ്. 40 വർഷത്തോളമായി തിരുവനന്തപുരത്ത് അക്ഷരശ്ലോക സമിതിയുടെ സെക്രട്ടറിയാണ്. ദേവകി കെ നമ്പൂതിരി ഇതിനകം തന്നെ 100 കണക്കിന് വേദികളിൽ നിന്ന് അക്ഷരശ്ലോകത്തിന് സമ്മാനാർഹയായിട്ടുണ്ട്. 2ാം ക്ലാസ് മുതൽ ദേവകിയും സുഭദ്രയും അക്ഷരശ്ലോകം പഠിക്കുന്നു. തുടർന്ന് നിരവധി മത്സരവേദികൾ, അതിലെല്ലാം തന്നെ 1ാം സ്ഥാനവും. സ്കൂൾ തലത്തിലും ജില്ലാ സംസ്ഥാന തലങ്ങളിലും നിരവധി തവണ മത്സരാർത്ഥികളെയെല്ലാം പിന്തള്ളിക്കൊണ്ട് ശ്രദ്ധേയമായ നേട്ടങ്ങൾ. കൂടാതെ വിവിധ സംഘടനകൾ നടത്തുന്ന മത്സരങ്ങളിൽ എല്ലാം തന്നെ 1ാം സ്ഥാനവും. കാലടി ബ്രഹ്മാനന്ദോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് ദേവകി. വളരെ ചിട്ടയോടെയാണ് ദേവകിയുടെ പരിശീലനം. 51 അക്ഷരാളി കലിതനുലത്തെ വേദമാകുന്ന ശാഖിക്കൊമ്പത്തമ്പോടു പൂക്കും കുസുമതതിയിലേന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പൊത്തർബാണഡംഭ പ്രശമന സുഹൃതോപാത്ത സൗഭാഗ്യലക്ഷ്മീ സമ്പത്തെ കുമ്പിടുന്നേൻ കഴലിണ വലയാധീശ്വരി വിശ്വനാഥേ. ചേലക്കള്ളൻ ചിലപ്പോൾ ചില സമയമൊടുങ്ങാതരക്കെട്ടു ചുറ്റാൻ നീളത്തിൽ പട്ടു നൽകുന്ന വനിടയനിടയ്ക്കെപ്പോഴും രാജരാജൻ ലീലാലോലൻ ചിലപ്പോൾ അഖില സമയവും നിർഗുണ ബ്രഹ്മം എന്നെപ്പോലുള്ളോരെന്തറിഞ്ഞു പുരഹരവിധിമാർ പോലുമോരാത്ത തത്വം. ലാളിച്ചിടാൻ യശോദ കരലതികളിൽ പിഞ്ചുകുഞ്ഞായി ലോകം പാലിച്ചിടാൻ കഠോരാസുരഭടനികരധ്വംസിയായി കംസജിത്തായി കേളിക്കാടാൻ വ്രജസ്ത്രീ ജനഹൃദയമണിപ്പൊത്തിലെ തത്തയായും മേളിച്ചിടുന്ന വാതാലയ സുഹൃത പതാകക്കിതാ കൈതൊഴുന്നേൻ. ഒരാൾ ചൊല്ലിയതിൻ്റെ 3ാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം വെച്ച് അടുത്ത ആൾ ചൊല്ലുക. ഇതാണ് അക്ഷരശ്ലോകത്തിൻ്റെ പ്രാഥമിക നിയമം. ഭാഷാശുദ്ധിയും അക്ഷരശുദ്ധിയും അക്ഷരശ്ലോകത്തിന് അത്യാവശ്യമാണ്. അക്ഷരശ്ലോകം പഠിക്കുന്നതുകൊണ്ട് ഓർമ്മശക്തി, പദസമ്പത്ത്, ഭാഷാസമ്പുഷ്ടി എന്നിവയോടൊപ്പം തന്നെ സന്മാർഗ ജീവിതത്തിനും ഗുണദോഷ വിചിന്തനത്തിനും സൽസ്വഭാവ രൂപീകരണത്തിനും അക്ഷരശ്ലോകത്തിൻ്റെ പഠനം നമ്മെ സഹായിക്കുന്നു. എൻ്റെ കുട്ടിക്കാലം തൊട്ട് തന്നെ എന്നെ എൻ്റെ അച്ഛനാണ് ശ്ലോകം ചൊല്ലിക്കാറ്. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ശ്ലോകം ചൊല്ലുകയും ശ്ലോകത്തെ ആരാധിക്കുകയും ചെയ്യുന്നവരാണ്. എൻ്റെ ശ്ലോകങ്ങളിലുള്ള തെറ്റുതിരുത്തുകയും അത് മന്നം ചെയ്യിക്കുകയും ചെയ്യുന്നത് എൻ്റെ വല്യച്ഛനായ ശ്രീ ചന്ദ്രമന ശ്രീകുമാരൻ നമ്പൂതിരിയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബാംഗങ്ങളുടെയും എൻ്റെ ഗുരുക്കന്മാരുടെയും ദൈവത്തിൻ്റെയും അനുഗ്രഹം കൊണ്ട് എനിക്ക് 5ാം ക്ലാസ് തൊട്ട് സബ് ജില്ല, ജില്ല, സ്റ്റേറ്റ് തലങ്ങളിൽ മത്സരിക്കാൻ സാധിക്കുകയും പല പല സമ്മാനങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സുഭദ്ര കെ നമ്പൂതിരി ബ്രഹ്മാനന്ദോദയം സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ അങ്കമാലി ഉപജില്ലാ കലോത്സവത്തിൽ ഇവർക്ക് അക്ഷരശ്ലോകത്തിന് 1ാം സ്ഥാനവും ലഭിച്ചു. രണ്ടുപേരും പെരുമ്പാവൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. അക്ഷരശ്ലോകം എന്ന കല എനിക്ക് വളരെ ഇഷ്ടമാണ്. നല്ല നല്ല ശ്ലോകങ്ങൾ നീട്ടിച്ചൊല്ലുമ്പോൾ എന്തൊരു ആസ്വാദ്യമാണെന്നോ. സിനിമാ പാട്ട് പാടുന്നത് പോലെയും കവിത ചൊല്ലുന്നത് പോലെയും ശ്ലോകങ്ങൾ ചൊല്ലാം. എൻ്റെ 2ാം ക്ലാസ് മുതൽ ഞാൻ ശ്ലോകങ്ങൾ ചൊല്ലാറുണ്ട്. അച്ഛനാണ് എന്നെ ശ്ലോകങ്ങൾ ചൊല്ലിക്കാറ്. അച്ഛൻ ചൊല്ലിക്കുമ്പോൾ അക്ഷരസ്ഫുടത വളരെ ശ്രദ്ധിക്കാറുണ്ട്. ഇക്കഴിഞ്ഞ ഉപജില്ലാ യുവജനോത്സവത്തിൽ എനിക്ക് അക്ഷരശ്ലോകത്തിന് 1ാം സമ്മാനം ലഭിച്ചു. അച്ഛൻ ഡോക്ടർ കെ കൃഷ്ണൻ നമ്പൂതിരിയും
അമ്മ സാവിത്രിയും എല്ലാ തിരക്കിനിടയിലും ഇവരെ ശ്ലോകം പരിശീലിപ്പിക്കുവാൻ സമയം കണ്ടെത്തുന്നു. കേരളത്തിന്റെ സ്വന്തമായ സാഹിത്യകലയാണ് അക്ഷരശ്ലോകം. സംസ്കൃത വൃത്തത്തിലൂടെ ശ്രഗ്ധര, ശാർദൂല വിക്രീഡിതം, കുസുമമഞ്ജരി, മന്ദാക്രാന്ത, വസന്തതിലകം തുടങ്ങിയവയാണ് ശ്ലോകങ്ങളിൽ ചൊല്ലുന്നത്. ശ്ലോകം ചൊല്ലുമ്പോൾ ഒരാൾ ചൊല്ലിയതിന്റെ മൂന്നാമത്തെ വരിയിലെ ആദ്യ അക്ഷരം വെച്ച് അടുത്തയാൾ ചൊല്ലുന്നതാണ് പ്രാഥമിക നിയമം. ഉള്ളൂർ, വള്ളത്തോൾ, കുമാരനാശാൻ, വൈലോപ്പിള്ളി തുടങ്ങിയ മലയാള സാഹിത്യത്തിലെ പ്രതിഭകളുടെ ശ്ലോകങ്ങൾ തിരഞ്ഞെടുത്താണ് ഇവർ പഠിക്കുന്നത്. കൂടാതെ നാരായണീയം, സൗന്ദര്യലഹരി, ദക്ഷിണാമൂർത്തി സ്തോത്രം, ശിവാനന്ദ ലഹരി തുടങ്ങിയവയും അഭ്യസിക്കുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ അഭ്യസിച്ചു തുടങ്ങിയാൽ മാത്രമാണ് ഇത്രയേറെ ശ്ലോകങ്ങൾ മനഃപ്പാഠമാക്കാൻ സാധിക്കുകയുള്ളൂ. ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി കുട്ടികളെ അതിരാവിലെ തന്നെ ശ്ലോകം പഠിപ്പിക്കുന്നു. ഓരോ ശ്ലോകത്തിന്റെയും അർത്ഥവും പരിശുദ്ധിയും മനസ്സിലാക്കിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ശ്ലോകം പഠിക്കുന്നത് കൊണ്ട് സാഹിത്യവാസന, ഭാഷാ നൈപുണ്യം, പദസമ്പുഷ്ടി, ഓർമ്മശക്തി ഇവയെല്ലാം വർദ്ധിക്കുന്നതായി നാഗാർജുന ആയുർവേദ ഗ്രൂപ്പിന്റെ ചീഫ് ഫിസിഷ്യൻ കൂടിയായ കൃഷ്ണൻ നമ്പൂതിരി പറയുന്നു. അക്ഷരശ്ലോകം പഠിക്കുക എന്ന് പറയുന്നത്, ഓരോ കുട്ടിക്കാലത്ത് തന്നെ അത് ശീലിക്കുക എന്ന് പറയുന്നത് പദസമ്പുഷ്ടിയും പദലാളിത്യവും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ സൽസ്വഭാവ രൂപീകരണത്തിനും അതുപോലെ തന്നെ സന്മാർഗദർശനത്തിനും ഒക്കെ തന്നെ അക്ഷരശ്ലോകം നമ്മെ സഹായിക്കുന്നു. കൊച്ചു കുട്ടികളെ അക്ഷരശ്ലോകം പഠിപ്പിക്കുക കാലത്താണ്. പ്രഭാതത്തിൽ കുളി കഴിഞ്ഞ് നല്ല നല്ല ശ്ലോകങ്ങൾ, സംസ്കൃതത്തിലും മലയാളത്തിലുമുള്ള സംസ്കൃത വൃത്തത്തിലുള്ള ശ്ലോകങ്ങൾ ഉരുവിട്ട് പഠിക്കുക. കുട്ടിക്കാലത്ത് ഒരു ശ്ലോകം പഠിക്കാൻ ഏതാണ്ട് ഒരു 10 മിനിറ്റ് തന്നെ മതിയാവും. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അക്ഷരശ്ലോകം ചൊല്ലുമ്പോൾ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം നന്നായിട്ട് മനസ്സിലാക്കണം. ആ അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രമേ ഭാവത്തോടു കൂടി നമുക്ക് ചെല്ലാൻ പറ്റൂ. പിന്നെ അത് ആ ഭാവത്തിനനുസരിച്ച് അർത്ഥപുഷ്ടി വരുന്ന സ്ഥലത്ത് നമുക്ക് നിർത്തി ചെല്ലാൻ സാധിക്കണം. മറ്റൊന്ന് അതിൻ്റെ സ്ഫുടത, അക്ഷരങ്ങളുടെ സ്ഫുടത, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ കുട്ടികൾക്ക് മലയാള ഭാഷ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ തെറ്റുകൾ അല്ലെങ്കിൽ സ്ഫുടത ഇല്ലായ്മ വളരെയധികം ദൂരീകരിക്കാൻ സാധിക്കും അക്ഷരശ്ലോകം ശരിക്കും പഠിച്ചാൽ. അക്ഷരശ്ലോകത്തിൽ മാത്രമല്ല പഠനത്തിലും ഇവർ മികച്ചു നിൽക്കുന്നു. സ്കൂളിലെ മികച്ച വിദ്യാർത്ഥിനികളാണ് ഇവർ. സംസ്കൃത പദ്യം, പാഠകം, സംസ്കൃത പ്രഭാഷണം എന്നിവയിൽ ഉപജില്ല, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ ഇവർ സമ്മാനാർഹരായിട്ടുണ്ട്.